കാലത്തിന്റെ പ്രാർത്ഥനകളിലൂടെയും പരിത്യാഗ പ്രവൃത്തികളിലൂടെയും നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ ഇത്തിരി കൂടെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതവും നമ്മുടെ വ്യക്തി ജീവിതവും യേശുവിന്റെ പീഡാസഹനവും മരണവും അവന്റെ ഉയർപ്പുമെല്ലാം ധ്യാനിക്കുവാനും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ അതിനനുസരിതമായി ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി ഇത്തിരി കൂടെ വിശുദ്ധിയിലെടുക്കാനും നമുക്ക് ആഗ്രഹിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ നോമ്പുകാലം കൂടുതൽ കൂടുതൽ വിശുദ്ധമാകട്ടെ, മനോഹരമാകട്ടെ. സ്വർഗീയനാഥം ഇന്നിവിടെ ആരംഭിക്കുന്നു. ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും ഈശോയെ ഓർത്ത് പ്രാർത്ഥിച്ച് അവിടത്തോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ ഈശോ നമ്മുടെ സ്വന്തമായി തീരും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ, നമുക്ക് സങ്കടങ്ങൾ ഉണ്ടാവുമ്പോൾ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ആശ്വാസം ഈശോ തന്നെയാണ്. ഈ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ തന്നെ ഈശോ നമ്മുടെ സംരക്ഷകനായിട്ട് മാറും. ഈ ഒരു നല്ല ചിന്തയോടുകൂടി സ്വർഗീയനാഥത്തിലെ ആദ്യത്തെ ഗാനം നമുക്ക് കേൾക്കാം.
ഗാനമായിരുന്നു. ഓരോ ശ്വാസത്തിലും നമ്മൾ ദൈവസ്നേഹം അനുഭവിക്കുകയും അതിനെ പ്രകീർത്തിക്കുകയും വേണമെന്ന് അപർണ ഗാനത്തിലൂടെ ആലപിച്ചു. അതുതന്നെയാണ് മനുഷ്യരായ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്. ഓരോ ശ്വാസത്തിലും നമ്മൾ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുകയും അവിടുന്ന് തന്ന ദാനങ്ങളെക്കുറിച്ച് നന്ദി പറയുകയും വേണം. അടുത്ത ഗാനം തുമ്പച്ചെറിയച്ചന്റെ മനോഹരമായ ഗാനങ്ങളിൽപ്പെട്ട ഒന്നാണ്. ഈ മരുവിൽ സ്നേഹത്തണൽ എന്ന് തുടങ്ങുന്ന ഈ ഗാനം നമുക്ക് കേൾക്കാം. അതിന്റെ വരികൾ കൊണ്ടും സംഗീതം കൊണ്ടും ഒത്തിരി വ്യത്യസ്തത പകർത്തുന്ന, കേൾക്കാൻ ഒത്തിരി സുഖം തോന്നുന്ന ഒരു ഗാനമാണ്. നമുക്ക് ഈ ഗാനം സ്വർഗീയനാഥത്തിലൂടെ കേൾക്കാം. പ്രിയനേശുവേ നീ മാത്രം ഈ തണലിൽ വീശും കുളിര്. പ്രിയനേശുവേ നീ മാത്രം വേഴാമ്പൽ മഴ തേടുമ്പോൾ ഞാൻ തേടുന്നു നിൻ കാരുണ്യം കനിവേ കനിവേ കനിവേ. ഈ മരുവിൽ സ്നേഹത്തണല് പ്രിയനേശുവേ നീ മാത്രം. ആത്മാവിൽ വിടരേണം നീ മാറിതിൽ മലരാ. ആത്മാവിൽ വിടരേണം പുതുമഴയായി തേൻ കണമാ. യേശുവേ ജീവിത പാഴ്മരുഭൂമിയിൽ നീവാ കനിവാ. എന്റെ ആകാശം നീ, എന്റെ ആനന്ദം നീ, ഞാൻ ചേക്കേറും ചില്ലയും നീ. എന്റെ ആകാശം നീ, എന്റെ ആനന്ദം നീ, ഞാൻ ചേക്കേറും ചില്ലയും നീ. മരുവിൽ സ്നേഹത്തണല് പ്രിയനേശുവേ നീ മാത്രം. ഇന്ദ്രനീലക്കല്ലായി ഞാൻ
കരതാരിൽ തിളങ്ങ ഇന്ദ്രനീലക്കല്ലായി ഞാൻ നിൻ കരതാരിൽ തിളങ്ങ സ്വർണം പോലെ തീക്കനലിൽ നീയൊരുക്കിയിടുന്ന വേദന പോലുമൻ ഭാഗ്യം കനിവേ എന്റെ ആകാശം നീ എന്റെ ആനന്ദം നീ ഞാൻ ചേക്കേറും ചില്ലയും നീ എന്റെ ആകാശം നീ എന്റെ ആനന്ദം നീ ഞാൻ ചേക്കേറും ചില്ലയും നീ ഈ മരുവിൽ സ്നേഹത്തണല് പ്രിയനേശുവേ നീ മാത്രം ഈ കനലിൽ വീശും തണുവ് പ്രിയനേശുവേ നീ മാത്രം വേഴാമ്പൽ മഴ തേടുമ്പോൾ ഞാൻ തേടുന്നു നിൻ കാരുണ്യം കനിവേ 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 ഈ മരുവിൽ സ്നേഹത്തണല് പ്രിയനേശുവേ നീ മാത്രം എന്റെ ആകാശം നീ എന്റെ ആനന്ദം നീ ഞാൻ ചേക്കേറും ചില്ലയും നീ എന്റെ ആകാശം നീ എന്റെ ആനന്ദം നീ ഞാൻ ചേക്കേറും ചില്ലയും നീ എന്റെ ആകാശം നീ എന്റെ ആനന്ദം നീ ഞാൻ ചേക്കേറും ചില്ലയും നീ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് നമ്മൾ ഈശോയ്ക്കാണ്. എന്റെ എല്ലാം ഈശോയാണ്. ഇതില് ഒരു വരി എനിക്ക് പ്രത്യേകം ഇഷ്ടപ്പെട്ടു. എന്റെ ആകാശം നീ എന്റെ ആനന്ദം നീ ഞാൻ ചേക്കേറുന്ന ചില്ലയും നീ. നമ്മളെപ്പോഴും ആശ്വാസം കണ്ടെത്തുന്നത് ഈശോയിലായിരിക്കണം. നമ്മുടെ ആനന്ദം എപ്പോഴും ഈശോയായിരിക്കണം. തീർച്ചയായിട്ടും ആ ഗാനത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന വരികളും അത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളൊരു പക്ഷിയെ പോലെ ഒരു ഉപമിക്കുകയാണെങ്കിൽ നമുക്കറിയാം, ആ പക്ഷിയുടെ ലോകം മുഴുവൻ ആ ആകാശമാണ്. അതിന് സന്തോഷം മുഴുവൻ ഇങ്ങനെ ചിറകടിച്ച് നടക്കുന്നതാണ്. അവസാനം ചേക്കേറുന്നതും എവിടെയെങ്കിലും ഒരു ചില്ലയിലെ ചേക്കേറുന്നു. പക്ഷെ ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഇതേപോലെ നമ്മുടെ ലോകം, നമ്മളായിരിക്കുന്നതും നമ്മുടെ സന്തോഷങ്ങളും എല്ലാം ഈശോയിലാണ്. അവസാനം നമ്മൾ ചേക്കേറുന്ന ചില്ലയും നമ്മുടെ ഈശോ തന്നെ. അങ്ങനെ ഈശോയുടെ സ്നേഹത്തിൽ കേന്ദ്രീകൃതമായൊരു ജീവിതം സ്വന്തമാക്കാൻ ഈ ഗാനം തീർച്ചയായും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് പ്രവേശിക്കാം. വീണ്ടും ദൈവസ്നേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഒരു ഗാനമാണ് സ്വർഗീയനാഥത്തിൽ അടുത്തതായിട്ട് ആലപിക്കുന്നത്. സ്നേഹം നീ നാഥ എന്ന് തുടങ്ങുന്ന ഈ ഒരു ഗാനം സ്വർഗീയനാഥത്തിലൂടെ നമുക്ക് കേൾക്കാം. സ്നേഹം നീ നാഥ കാരുണ്യം നീ പാപം പോക്കുനി ദൈവസുതനേ മോഹമരുഭൂവിൽ ജീവജലമായി നീ
ആദ്യം പറഞ്ഞ പോലെ നമ്മൾ നോമ്പുകാലത്തിലൂടെ കടന്നു പോവുകയാണ്. തീർച്ചയായും ഒരുപാട് ചിന്തകളും ഒരുപാട് ധ്യാനങ്ങളും ഒക്കെ ഈശോയുടെ മരണത്തെക്കുറിച്ചും പീഡാസഹനത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈശോ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ നമ്മൾ എത്രമാത്രം വർണ്ണിച്ചാലും മതിയാവത്തോണ്ടായിരിക്കണം. യോഹന്നാൻ പറഞ്ഞ ഈശോ സ്നേഹം തന്നെയാണ്. അതിനകത്തെല്ലാം ഉണ്ട്. ഈശോ നമുക്ക് വേണ്ടി സഹിച്ചിട്ടുണ്ട്, മരിച്ചിട്ടുണ്ട്, നമുക്ക് വേണ്ടി ഒരുപാട് വേദനകൾ ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി വ്യക്തിപരമായി എനിക്ക് വേണ്ടി ഈശോ മരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈശോ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ സ്നേഹം തന്നെയാണ്. വലിയൊരു ഓർമ്മപ്പെടുത്തൽ പോലെയായിരുന്നു ആ ഗാനവും. നല്ലൊരു ചിന്തയോടുകൂടി നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് പ്രവേശിക്കാം. അടുത്ത ഗാനം ഈശോയോടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ പോലെയാണ്. അതായത് സക്കറാരിയിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ എന്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് വിളിച്ചുകൊണ്ട് ഉള്ള ഒരു പ്രാർത്ഥന പോലുള്ള ഒരു ഗാനമാണ്. ഇത് ആലപിച്ചിരിക്കുന്നത് മധുബാലകൃഷ്ണനാണ്. പ്രാർത്ഥനയോടുകൂടി ഈശോയെ വിളിച്ചുകൊണ്ട് എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ, ഈശോനാഥ എന്റെ ഉള്ളിലേക്ക് വരണമേ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ ഗാനം നമുക്ക് കേൾക്കാം. ഈശോനാഥാനി എന്നുള്ളിൽ വന്നു വാഴുമോ, അങ്ങേ സന്നിധാനം പോകുവാനായി കാത്തിരിക്കുന്നു. തിരുവഴി വിട്ടു പോകും ആദിയേയും തേടിയെത്തിയിടും. ഇരുൾ വഴി നീക്കിയവനെ മോദമോടി തിരികെ എത്തിക്കും. നാഥാ തിരുസ്നേഹം ഞങ്ങളോർക്കുന്നു. ഈശോനാഥാനി എന്നുള്ളിൽ വന്നു വാഴുമോ, അങ്ങേ സന്നിധാനം പോകുവാനായി കാത്തിരിക്കുന്നു. ആയുസ്സിൽ അങ്ങേകിയ നന്മകൾ ആഴമാ നിൻ സ്നേഹസ്പർശനം ഈ വേളയിൽ ഓർത്തിടുമെൻ മനം. തിരുസന്നിധേ അലിയാരാശിപ്പൂ ആത്മനാഥാനന്ദിയും സ്തുതിയുമെന്നേക്കും. ഈശോനാഥാനി എന്നുള്ളിൽ വന്നു വാഴുമോ, അങ്ങേ സന്നിധാനം പോകുവാനായി കാത്തിരിക്കുന്നു. ജീവനിൽ കുരിശിന്റെ ഭാരവും പേറി ഞാൻ തളരാതെ നീങ്ങുവാൻ. ഓ വല്ലഭാ നിൻ കര
സന്നിധാനം പോകുവാനായി കാത്തിരിക്കുന്നു. തിരുവഴി വിട്ടു പോകും പാപിയെയും തേടിയെത്തിയിടും. ഇരുൾ വഴി നീക്കിയവനെ മോദമോടെ തിരികെ എത്തിക്കും. നാഥാ തിരുസ്നേഹം ഞങ്ങളോർക്കുന്നു. ഈശോനാഥാ നീ എന്നുള്ളിൽ വന്നു വാഴുന്നു. അങ്ങേ സന്നിധാനം പോകുവാനായി കാത്തിരിക്കുന്നു. ഈശോയെ സ്വീകരിക്കാനുള്ള ഒരു കാത്തിരിപ്പാണ് ഈ ഒരു ഗാനത്തിലൂടെ എനിക്ക് കിട്ടിയത്. എനിക്ക് തോന്നുന്നു ഇതിന്റെ അനുപല്ലവിയിൽ വരുന്ന ഒരു വരിയുണ്ട്. അതായത് ഞാൻ എത്ര ദൈവത്തിൽ നിന്ന് അകന്നു പോയാലും എന്നെ തേടി വരുന്ന ഒരു ഈശോ ആണ് എനിക്കുള്ളത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ജീവിതത്തിലും പല സന്ദർഭങ്ങളിൽ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകാനുള്ള സാധ്യതകൾ ഉണ്ടാകുമ്പോഴും ഈശോ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പതുക്കെ പറയുന്നുണ്ട്, അരുത് മോനെ അല്ലെങ്കിൽ അരുത് മോളെ, ഞാന് നിന്റെ കൂടെ എന്നും ഉണ്ടായിരിക്കും, നീ എന്നിൽ നിന്നും അകന്നു പോകരുതെന്ന് ഈശോ നമ്മുടെ ഉള്ളിലിരുന്ന് പറയുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. നമുക്ക് എല്ലാവർക്കും ഈ ഒരു നിമിഷം ഒന്ന് ജസ്റ്റ് നമ്മള് ദൈവത്തിൽ നിന്നും അകന്നു പോകാൻ സാധ്യത ഉണ്ടായിരുന്ന നിമിഷങ്ങളെ ഒന്ന് ഓർത്തെടുത്തുകൊണ്ട് ഇനി ദൈവമേ ഞാൻ അങ്ങിൽ നിന്നും ഒരിക്കലും അകന്നു പോവുകയില്ല എന്നുള്ളൊരു ഉറച്ച തീരുമാനം എടുക്കാൻ ശ്രമിക്കാം. ഈ ഒരു നല്ല തീരുമാനം എടുത്തുകൊണ്ട് ഭാവിയിൽ ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് നീങ്ങാനുള്ള ഒരു കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ശരിയാണ്, മറിയം പറഞ്ഞ പോലെ തന്നെ ഈശോയുടെ ഈ ഓർമ്മപ്പെടുത്തല് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുമ്പോൾ അല്ലെങ്കിൽ അതിന് ചെവി കൊടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മനസാന്തരം ഉണ്ടാവുള്ളൂ. നമുക്കറിയാം, കൊച്ചുകുട്ടികളൊക്കെ മാതാപിതാക്കൾ പറഞ്ഞു തരുന്നത് പോലെ നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുന്നത് കൊണ്ടാണ് ഒരു നല്ല ശീലങ്ങളൊക്കെ നമ്മൾ രൂപപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ഈ നോമ്പുകാലത്തിൽ നമ്മളിവിടെ കേട്ട ഗാനങ്ങളെയൊക്കെ പോലെ തന്നെ ഓരോ ശ്വാസത്തിലും ഈശോയുടെ സാന്ത്വനവും ഈശോയുടെ സ്പന്ദനങ്ങളും തിരിച്ചറിയാൻ ഈശോ നമ്മോട് പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ നമുക്ക് ഇത്തിരി നേരം സമയം കണ്ടെത്താം. നമ്മുടെ ഗാനങ്ങളൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തിയതുപോലെ വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ രക്ഷാകവചം തീർത്ത് വിശുദ്ധിയുടെ ഒരു ജീവിതം നമുക്ക് നയിക്കാം. എന്റെ ജീവിതത്തിലെ എല്ലാം ഈശോയെ നീയാണ് എന്ന് വെറുതെ അധര വ്യായാമം ചെയ്യുന്നവരാകാതെ എന്റെ ജീവിതത്തിന്റെ ആകാശവും ആനന്ദവും ഞാൻ ചേക്കേറുന്ന ചില്ലയുമെല്ലാം എന്റെ ഈശോയിലാണെന്ന് ജീവിതം കൊണ്ട് അനുഭവിക്കാൻ, നമ്മുടെ ജീവിതം ഏറ്റവും വിശുദ്ധിയിൽ ആഴ്ന്നപ്പെട്ടതാകാൻ ഈ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ. ഈശോയിലേക്ക് നമ്മൾ ഇത്തിരി കൂടെ അടുക്കട്ടെ. സ്വർഗീയനാഥം ഇന്നിവിടെ പൂർണ്ണമാകുന്നു. ദൈവത്തിന് സ്തുതി.